അപ്പുറത്ത് പിണറായി വിജയനാണെങ്കിൽ ഇപ്പുറത്ത് ഞങ്ങൾ എല്ലാവരുമുണ്ട്. ഇതാണ് കേരള രാഷ്ട്രീയത്തിൻ്റെ ഇപ്പോഴത്തെ സവിശേഷത. പിണറായിയെ എതിർക്കാൻ ഒറ്റക്കെട്ടായി BJP, സംഘപരിവാർ സംഘടനകൾ, കോൺഗ്രസ്, UDF എല്ലാം ഒന്നിച്ച് നിൽക്കും. അതോടൊപ്പം ചേരാൻ കുറേ ബുദ്ധിജീവികളും ഓൺലൈൻ മാധ്യമങ്ങളും നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളും ഉണ്ടാകും. അങ്ങനെ കേരള രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അത് ഇന്ന് തുടങ്ങിയതല്ല, കുറച്ച് കാലമായി. ഒരു ഭാഗത്ത് പിണറായിയും മറുഭാഗത്ത് ഇത്തരം സംഘടനകൾ എല്ലാം ഉണ്ട്. കാളികൂളി വിഭാഗങ്ങൾ എല്ലാം ഒന്നിച്ച് ചേരുന്ന അവസ്ഥ. ശബരിമലയിൽ തന്നെ നാം അത് നേരത്തെ കണ്ടതാണ്. ശബരിമല സമരം എന്ന് പറഞ്ഞ് കോൺഗ്രസും BJPയും ഒന്നിച്ചു നിന്ന് കൊടിപിടിക്കാതെ സമരം ചെയ്തത് നാം കണ്ടതാണ്. സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ ഉത്തരവാദിത്വമുള്ള സംസ്ഥാന സർക്കാർ അത് നടപ്പാക്കുമ്പോൾ അതിനെതിരെ നടന്ന സമരമാണ് നാം കണ്ടത്. അതിനെയാണ് ശബരിമല സമരം എന്ന് വിളിക്കുന്നത്. BJPക്ക് കിട്ടിയ സുവർണാവസരമാണ് എന്ന് BJP യോഗത്തിൽ BJP നേതാവ് തന്നെ പറഞ്ഞതും നാം കേട്ടതാണ്. ആ സുവർണാവസരം ഉപയോഗപ്പെടുത്താൻ കോൺഗ്രസും BJPയോടൊപ്പം തോളോട് തോൾ ചേർന്ന് മുന്നോട്ട് നീങ്ങിയതും നാം കണ്ടതാണ്. ഇപ്പോഴിതാ വീണ്ടും ശബരിമല തന്നെയാണ് വിഷയം. ഏറ്റവും ഒടുവിൽ പാരഡി ഗാനം അയ്യപ്പനെ അവഹേളിക്കുന്നതാണ് എന്ന ചർച്ച സോഷ്യൽ മീഡിയയിലാണ് ആദ്യം തുടങ്ങിയത്. പാട്ട് എഴുതിയ ആളുടെ മതം, പാട്ടു പാടിയ ആളുടെ മതം, ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഇത് അയ്യപ്പനെ എതിരെ ഉള്ള അയ്യപ്പൻ്റെ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതാണ് എന്ന തരത്തിലുള്ള ചർച്ചകൾ ആരംഭിച്ചത് സോഷ്യൽ മീഡിയയിൽ. ഇത് മുഹമ്മദിനെ കുറിച്ചാണെങ്കിൽ, ഇത് ക്രൈസ്റ്റിനെ കുറിച്ചാണെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കുമോ കേരളം പ്രതികരിക്കുക എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. മുഹമ്മദിനെ പരാമർശിച്ച ചോദ്യപേപ്പർ ഉണ്ടാക്കിയ അധ്യാപകന്റെ കൈവെട്ടിയ ചരിത്രം വരെ കേരളത്തിൽ വീണ്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. പക്ഷേ പാരഡി ഗാനത്തിനെതിരെ പരാതി കിട്ടി. പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ FIR ഇട്ടു. അപ്പോഴാണ് സർക്കാർ CPM പാരഡി ഗാനത്തിനെതിരെ രംഗത്ത് വരുന്നു എന്ന രൂപത്തിൽ പ്രചാരണം നടക്കുന്നത്. പരാതി ലഭിച്ചാൽ FIR ഇടണം. അത് പോലീസിൻ്റെ ഉത്തരവാദിത്വമാണ്, കടമയാണ്. അതിനുശേഷം പോലീസ് അന്വേഷിക്കും. കേസിൽ കഴമ്പില്ലെങ്കിൽ കഴമ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ അറിയിക്കും. അതോടുകൂടി കേസില്ലാതാകും. ഇതാണ് നടപടിക്രമം. അതുപോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആരോ കൊടുക്കുന്ന പരാതി, ആ പരാതി ലഭിച്ച ഉടനെ തന്നെ CPM രംഗത്ത് വന്നു എന്ന രൂപത്തിൽ പ്രചാരണം നടത്തുന്നു. ആ പ്രചാരണത്തിൻ്റെ ഒരു ഘട്ടത്തിൽ UDF പാരഡി ഗാനത്തിന് അനുകൂലമായി രംഗത്ത് വരുന്നു. കാരണം മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരാണ് പാരഡി ഗാനം തയ്യാറാക്കിയത് എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. പാട്ട് എഴുതിയ ആളുടെ നേരത്തെയുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ LDFനെതിരെ, മുഖ്യമന്ത്രിക്ക് എതിരെ വ്യക്തിപരമായി ചെത്തുകാരൻ്റെ മോൻ എന്ന പരാമർശം ഒക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി വരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാൾ എഴുതിയ പാരഡി ഗാനത്തെ പിന്തുണക്കുന്നു കോൺഗ്രസ്, മുസ്ലിം ലീഗ്, സമ്മതിക്കാം. പക്ഷേ ആ പാരഡി ഗാനത്തെ, അയ്യപ്പനെ മോശമായി ചിത്രീകരിക്കുന്ന പാരഡി ഗാനത്തെ ഹിന്ദു ഐക്യവേദി പ്രസ്താവന നടത്തുന്നു. ഹിന്ദു ഐക്യവേദി നേതാക്കൾ ടെലിവിഷൻ ചാനലുകളിൽ ചെന്ന് ചർച്ചയിൽ കോൺഗ്രസിനെ പിന്തുണക്കുന്നു, മുസ്ലിം ലീഗിനെ പിന്തുണക്കുന്നു. ഇതാണ് നേരത്തെ പറഞ്ഞത്. ഒരു ഭാഗത്ത് പിണറായി വിജയനാണെങ്കിൽ ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണ്, അത് ഏത് വിഷയമായാലും വേണ്ടില്ല, അയ്യപ്പനെ അവഹേളിച്ചാൽ പോലും പിണറായി വിജയനെതിരെ നിൽക്കണം. ഇതാണ് കേരളത്തിലെ BJPയുടെ നിലപാട്. ഇതാണ് കേരളത്തിലെ സംഘപരിവാറിൻ്റെ നിലപാട്.